ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പിസ്സ പോലൊരു സ്നാക്സാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ചിക്കനും കൂടെ ഇട്ടിട്ട് ചിക്കനൊന്ന് ചെറുതായി മൊരിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി 6 ബ്രെഡ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡെല്ലാം പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. 2 എണ്ണം അല്ല 3 എണ്ണം എടുക്കണം. ഞാൻ 2 എണ്ണമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാഗി ക്യൂബ് ഒരു പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഒന്നിലും ഉപ്പ് ചേർക്കാൻ പാടില്ല. ഈ ഒരു മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഒന്നിലും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിയിലായിട്ട് മാഗി ക്യൂബിൻ്റെ പീസുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം മുട്ട എടുത്താൽ മതി. ബ്രെഡിൻ്റെ പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നനവ് കുറവാണ്, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ കറക്റ്റ് നനവായിട്ട് കിട്ടും. അപ്പോൾ മുട്ടയും ബ്രെഡെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു പകുതി ക്യാപ്സിക്കം അതുപോലെ ഒരു പകുതി സവാള എടുത്തിട്ട് ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം, ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വശം. എന്നിട്ട് 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പുരട്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം സവാള എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറിഗാനൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്ലൈഡ് ചീസ് വെച്ച് കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഇത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും സ്ലൈഡ് ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ലൈഡ് ചീസ് 3 എണ്ണം എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.